ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഈ തൊലി കറുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതിൻ്റെ തൊലി മാറ്റി നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നോമ്പ് തുറക്കാനും അല്ലാണ്ടും സ്നാക്സിനായിട്ടും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മുറിച്ചെടുത്ത് ഇതുപോലെ നെയ്യിൽ വാട്ടിയെടുക്കാം. വാട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ക്യാഷും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. കൂടെ അല്പം തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പഴവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് 2 ബിസ്ക്കറ്റ് ഒന്ന് ജാറിലെടുത്ത് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ബിസ്ക്കറ്റ് എടുത്തേക്കണേ 2 എടുത്ത് പൊടിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് പഴം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു കട്ട്ലേറ്റ് പരുവത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. അല്ലെങ്കിൽ ലഡുയുടെ പരുവത്തിൽ ഉരുട്ടാം. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തതിനകത്ത് ഡിപ്പ് ചെയ്ത് ഇതിങ്ങനെ നന്നായിട്ട് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമല്ലേ, ഇത് ബിസ്ക്കറ്റ് കൂടി ചേർത്തെന്ന് വെച്ചാൽ എന്താ അത്ര പ്രത്യേകത എന്ന്. പക്ഷേ ഉണ്ടാക്കി നോക്കണം, ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി സ്നാക്സാണ്, സൂപ്പറാണ്. വീണ്ടും വീണ്ടും കഴിക്കാനും ഉണ്ടാക്കിയെടുക്കാനും തോന്നും, അത്രയ്ക്ക് ഈസിയുമാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ലഡുയുടെ ഷേപ്പിലുണ്ടാക്കി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ഉണക്കമുന്തിരി കൂടെ മുമ്പിൽ കാണാൻ ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.